ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് ഞാൻ മെഷീനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് എനിക്ക് മിക്കവാറും വരുന്ന കമൻറ്റുകളാണ് തുടക്കക്കാർ ഏത് മെഷീനാണ് വാങ്ങേണ്ടത് എന്നും അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ് എന്നും ഒക്കെ ചോദിച്ചുകൊണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് സിംഗറിൻ്റെ ഇലക്ട്രിക് മെഷീൻ ഇതാണ്. അതുപോലെ തന്നെ സിംഗറിൻ്റെ തന്നെ സാധാരണ സിംഗിൾ മെഷീനാണിത്. ഈ രണ്ട് മെഷീനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് തയ്യൽ മെഷീനും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുമാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഏത് മെഷീനാണ് നല്ലതെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ സാധാരണ സിംഗിൾ മെഷീനാണ്. ഞാനിതൊരു 4-5 വർഷം മുമ്പ് വാങ്ങിയ മെഷീനാണ്. ഇതുവരെ എനിക്ക് യാതൊരു കംപ്ലൈൻറ്റുകളും വന്നിട്ടില്ല. നല്ല മെഷീൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് നമ്മളോട് പറയുന്നത് ഇതുപോലെയുള്ള മെഷീൻ വാങ്ങി തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതിന് ശേഷം ഈ മെഷീനിൽ നിന്നും മറ്റേതെങ്കിലും മെഷീനിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പൊതുവെ ടീച്ചേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് OLX-ലൊക്കെ തപ്പിയാൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് മെഷീനൊക്കെ കിട്ടും. പുതിയ മെഷീനാണെങ്കിൽ ഒരു 5500-6000 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന്, അതായത് നമ്മളൊരു കടയിലേക്കൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ മെഷീൻ പറ്റില്ല. കാരണം ഇത് നമുക്കൊരു ഹോം പർപ്പസിന്, നമുക്ക് ഒരാളിൻ്റെ ആവശ്യത്തിന്, നമുക്ക് അത്യാവശ്യം തയ്ക്കാനും നമ്മുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ തയ്ക്കാനും മാത്രമേ ഈ മെഷീൻ പറ്റുകയുള്ളൂ. ഒത്തിരി തയ്ക്കാനുള്ളവർക്കും കടയിലേക്കും ഒക്കെ ഈ മെഷീൻ പറ്റില്ല. അതിന് ഇതിൻ്റെ തന്നെ ഡബിൾ മെഷീൻസൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ അത് വാങ്ങിക്കുക. അതുപോലെ തന്നെ ഞാനിതുവരെ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതുവരെയും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. തന്നെയുമല്ല, ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ നമുക്ക് തന്നെ ഇത് ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ തന്നെ ഇപ്പോൾ എൻ്റെ ചാനലിലാണെങ്കിലും ഞാൻ കുറേയധികം മെഷീൻ പ്രോബ്ലംസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ നോക്കി ഇത് ശരിയാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നമ്മൾ കാലുകൊണ്ട് തന്നെ ചവിട്ടിയാണിത് പ്രവർത്തിപ്പിക്കേണ്ടത്. അപ്പോൾ കാലിന് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്കിതിൽ മോട്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 1000-1500 ആ റേഞ്ചിനൊക്കെ നമുക്കിതിൽ മോട്ടർ, ഈ സിംഗിൾ മെഷീനിൽ തന്നെ നമുക്ക് മോട്ടർ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്പീഡും കൂടും. അതുപോലെ തന്നെ കാലുകൊണ്ട് ചവിട്ടുന്ന ആ ബുദ്ധിമുട്ടും ഒഴിവാക്കി കിട്ടും. പിന്നെ ഇത് അല്പം വലിയ മെഷീൻ ആയതുകൊണ്ട് ഇത് വെക്കാൻ നമുക്ക് കുറച്ച് സ്ഥലം വേണ്ടി വരും വീട്ടിൽ. മറ്റേ ഇലക്ട്രിക് മെഷീനൊക്കെ ആകുമ്പോൾ ടേബിൾ ടോപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി യാത്രകളൊക്കെ പോകുമ്പോൾ അത് കൂടെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഒരു ടേബിളിലെടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും അതെടുത്ത് തിരിച്ച് കബോർഡിൽ വെക്കുകയോ ഒക്കെ ചെയ്യാം. ഇതാകുമ്പോൾ അങ്ങനെ പറ്റില്ല. പിന്നെ നമുക്ക് ഇതിൽ ഒരേതരം സ്റ്റിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂല്ലോ എന്ന് ചോദിച്ചാൽ നമുക്കിതിൻ്റെ ഫുഡ് അവൈലബിൾ ആണ്. ഫുഡ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റിച്ചിങ് ആക്സസറീസ് വാങ്ങിക്കുന്ന, അതായത് മെഷീൻ്റെ ആക്സസറീസ് വാങ്ങിക്കുന്ന കടയിൽ ഇതിൻ്റെ ഫുഡുകൾ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്, സിംഗിൾ മെഷീൻ്റെ തന്നെ. പിന്നെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസിൽ വെച്ച് കമ്പാരിറ്റീവ്ലി വില കുറവുള്ള മെഷീനാണിത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓയിലിട്ട് നന്നായിട്ട് സൂക്ഷിച്ചാൽ നമ്മുടെ പർപ്പസിന് ഈ മെഷീൻ ധാരാളം മതി. നല്ല മെഷീൻ തന്നെയാണിത്. ഇപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന സിംഗറിൻ്റെ മെഷീൻ എന്ന് മാത്രമല്ല, ഉഷ അതുപോലെയുള്ള ധാരാളം കമ്പനികളുടെ മെഷീൻസും മാർക്കറ്റിൽ ഇതുപോലെയുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. എല്ലാ മെഷീൻസും നല്ല മെഷീൻസ് തന്നെയാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് മെഷീൻ. ഇതും സിംഗറിൻ്റെ തന്നെയാണ്. ഇത് ശരിക്കും ഒരു ബേസ് മോഡലാണ്. ബിഗിനേഴ്സിന് പറ്റിയ മെഷീൻ തന്നെയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒത്തിരി അഡ്വാൻസ്ഡ് വേർഷൻസ് ഉണ്ട്. ഇത് ശരിക്കും ബേസ് മോഡലാണ്. ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നും ഉള്ള മെഷീൻ അല്ല ഇത്. ഇതിന് ഏകദേശം ഇപ്പോൾ മാർക്കറ്റിൽ ഒരു 10,000 റേഞ്ചിലൊക്കെ ആയിരിക്കും വില വരുന്നത്. എൻ്റെ മെഷീൻ 1507 എന്നാണ് ഇതിൻ്റെ നമ്പർ. ഇപ്പോൾ ഈ മെഷീൻ ഉണ്ടാവാൻ വഴിയില്ല. കാര്യം ഞാനിത് വാങ്ങിയിട്ട് കുറച്ച് 3-4 വർഷമായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരിക്കും ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത് വളരെ കുറച്ച് സ്ഥലം മതി. നമുക്ക് കണ്ടില്ലേ, വളരെ കുറച്ച്, ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ച് തയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെഷീനാണ്. അതുപോലെ തന്നെ നമുക്കിത് യാത്രയിൽ കൂടെ കൊണ്ടുപോകാം. എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ നമുക്കിത് കൂടെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ മെഷീനും ഇൻഡസ്ട്രിയൽ പർപ്പസിന് അത്ര നല്ലതല്ല. ഇപ്പോൾ കടകളിലോ അല്ലെങ്കിൽ തയ്യൽ യൂണിറ്റ് നടത്തുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഒത്തിരി തയ്ക്കാനൊന്നും ഇതുകൊണ്ട് പറ്റില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം ഇതുപോലെ കടകളിലേക്കാണെങ്കിൽ പോലും ബട്ടൺ ഹോൾ ചെയ്യാനും ബട്ടൺ പിടിപ്പിക്കാനും അതുപോലെയുള്ള സിക്സാഗ് ഇതുപോലെയുള്ള കുറേ വെറൈറ്റി സ്റ്റിച്ചസ് ഇതിലുണ്ട്. കണ്ടോ, ഇത് ഈ നോബ് ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് ആ സ്റ്റിച്ച് തന്നെ കിട്ടും. പിന്നെ മറ്റേ മെഷീനുമായിട്ടുള്ള, സാധാരണ സിംഗിൾ മെഷീനുമായിട്ടുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. നമുക്ക് ഇതുപോലെ കുറേയധികം സ്റ്റിച്ചസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേ മെഷീനിലാണെങ്കിൽ ഫുട്ട് മാറ്റിയിട്ടാൽ മാത്രമേ ഇതുപോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിൽ ഫുട്ട് മാറ്റിയിടാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഫുട്ട് മാറ്റിയിട്ടും കുറേയധികം സ്റ്റിച്ചുകളും കൂടി ഇതിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മെഷീൻ വാങ്ങിക്കുമ്പോൾ തന്നെ കുറേയധികം ഫുട്ടുകൾ നമുക്ക് കിട്ടും. കണ്ടോ, ഇതിങ്ങനെ നമുക്ക് ഈ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിനുള്ളിലാണ് അതിൻ്റെ ആക്സസറീസ് ഒക്കെ അവർ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ബട്ടൺ ഹോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഫുട്ടുകളാണ്. നമുക്ക് ഈ കങ്കൂസ് വെച്ചിട്ട് ചെയ്യത്തില്ലേ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുട്ടുകളാണ് ഇതൊക്കെ. അതുപോലെ ബട്ടൺ ഹോൾ പിടിപ്പിക്കാൻ ഇങ്ങനെയുള്ള കുറച്ച് ഫുട്ടുകൾ കിട്ടും. അതല്ലാതെ നമുക്ക് ഈ ഫ്ലവർ ഫുട്ട് പോലെയുള്ള ഫുട്ടുകളൊക്കെ നമുക്ക് പ്രത്യേകം പറഞ്ഞു വാങ്ങിക്കാൻ പറ്റും ഈ മെഷീൻ്റെ തന്നെ. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതുപോലെ പെഡൽ, ഇത് നമുക്ക് ചവിട്ടാൻ വളരെ ഈസിയാണ്. ഇതുപോലെ ഒരു പെഡലാണ് ഇതിനുള്ളത്. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിച്ച് വന്നോളും. മറ്റേ ചവിട്ടുന്ന അത്രയും ബുദ്ധിമുട്ടില്ല. ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. കാലുകൊണ്ടാണ് ഇത് പ്രസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മുകളിലെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കാലുകൊണ്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മൾ മറ്റേ മെഷീൻ ഉപയോഗിക്കുന്നത് പോലെ എപ്പോഴും ഓയിലിടേണ്ട, ആഴ്ചയിൽ ഒരിക്കലൊന്നും ഓയിലിടേണ്ട ആവശ്യം വരുന്നില്ല. വളരെ വല്ലപ്പോഴും ഓയിലിട്ടാൽ മതി ഇതിന്. പിന്നെ ഈ മെഷീൻ കുറച്ചും കൂടി ഫാസ്റ്റുമാണ് മറ്റേ മെഷീനേക്കാൾ. കാരണം ഇത് മോട്ടർ ആയതുകൊണ്ട് നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കുറച്ചുകൂടി ഫിനിഷിങ്ങും ഉണ്ടാകും സ്റ്റിച്ചിങ്ങിന്. കണ്ടോ, ഇതിപ്പോൾ നോർമൽ സ്റ്റിച്ചാണ് നമ്മുടെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓൺ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാണാൻ എളുപ്പമുണ്ട്. ഇത് നോർമൽ സ്റ്റിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തത് കണ്ടോ, ഇത് സിക്സാഗ് സ്റ്റിച്ചാണ്. സിക്സാഗിൻ്റെ തന്നെ നമുക്ക് വലിപ്പം കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം. ചെറിയ രീതിയിൽ വരാം, പിന്നെ നീണ്ടു വരാം. അങ്ങനെ നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ തന്നെയും കൊടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടി കൂട്ടിയിടുകയാണെങ്കിൽ വലിയ നീളത്തിലുള്ള സിക്സാഗ് നമുക്ക് കിട്ടും. കണ്ടോ, അതുപോലെ സിക്സാഗിൻ്റെ അതുപോലെ തന്നെ നമ്മളിവിടെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. മറ്റേ മെഷീനിലെ പോലെയല്ല, ഇതിങ്ങനെ ഒരു നോബാണ്. ഇത് തിരിച്ചാൽ മതി. അപ്പോൾ സ്പേസ് കുറച്ച് കൊടുത്താൽ കുറച്ചുകൂടി അടുത്തടുത്തുള്ള സിക്സാഗുകളൊക്കെ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, സിക്സാഗ് നമ്മൾ സ്പേസ് കൂട്ടിയിട്ട് തയ്ക്കാം. ഇതുപോലെ തന്നെ ഇത് കുറച്ചിട്ട് തയ്ക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അതുപോലെ നമ്മൾ ഈ ഓരോ സ്റ്റിച്ചസും ഇതുപോലെ ഇങ്ങനെ നോബ് മാറ്റി കൊടുത്താൽ നമുക്ക് ഇതിൽ കാണുന്ന അതേ സ്റ്റിച്ചസ് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനാണെങ്കിൽ ഇതുപോലെയുള്ള കുറേയധികം സ്റ്റിച്ചസും കൂടി കാണും. ഇതിനകത്തിപ്പോൾ കുറച്ച് സ്റ്റിച്ചസേ വരുന്നുള്ളൂ. അപ്പോൾ 11 സ്റ്റിച്ചസോളം വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതിന് കുറച്ചും കൂടി വിലയായിരിക്കും. പിന്നെ ഈ മെഷീൻ അധികം കംപ്ലൈൻറ്റ് വരുന്ന ഒരു മെഷീനല്ല. എനിക്കിതുവരെ അധികം കംപ്ലൈൻറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല. ബിഗിനേഴ്സിന് നല്ല മെഷീൻ തന്നെയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് മോട്ടറിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമുക്കത് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് തന്നെ റിപ്പയർ ചെയ്യുകയേ മാർഗ്ഗമുള്ളൂ. കാരണം മറ്റേ മെഷീൻ പോലെയല്ല. മറ്റേ മെഷീൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് തന്നെ അതിൽ ചെയ്യാൻ പറ്റും. ഈ മെഷീനിൽ മോട്ടോർ കംപ്ലൈൻറ്റ് വരികയോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ മെക്കാനിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിവതും അതിൻ്റെ സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാര്യം നമ്മൾ ചെയ്താൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. ഇതൊക്കെയാണ് ഈ രണ്ട് മെഷീൻസിൻ്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഗുണങ്ങളും. എനിക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള മെഷീൻസാണ് ഇത് രണ്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കമ്പനിയുടെ തന്നെയല്ല, കുറേയധികം കമ്പനികളുണ്ട് മാർക്കറ്റിൽ. എല്ലാം തന്നെ നല്ല മെഷീൻസാണ്. അപ്പോൾ നിങ്ങൾ കഴിവതും ഒരു സ്റ്റിച്ചിങ് മെഷീൻ വിൽക്കുന്ന കടയിൽ പോയാൽ, വലിയൊരു ഷോറൂമിൽ പോയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് തയ്ച്ചൊക്കെ നോക്കി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. മെഷീൻസ് കണ്ടിട്ട് നമ്മൾ 2-3 എണ്ണം തയ്ച്ചൊക്കെ നോക്കി തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മെഷീൻസിനെ കുറിച്ചുള്ള. ഞാൻ ഉപയോഗിക്കുന്ന 2 മെഷീൻസും ഇത് 2 എണ്ണമാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.